ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തുണ്ട് വിശേഷം? അപ്പോൾ ഇത് ഞാൻ എൻ്റെ പുതിയ വീടിന് ഒരു വിധം അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ കുറേ ജോലിയൊക്കെ ചെയ്തിട്ട് ഞാൻ രാത്രിക്ക് കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കിയതാണെങ്കിലും കഴിക്കാനും പറ്റില്ല. കാരണം മടുപ്പ് തോന്നിയിട്ട് നമുക്കൊരുപാട് അങ്ങോട്ട് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനും തോന്നില്ലല്ലോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയത് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ തന്നെ ഞാൻ കാലത്തേക്ക് കുറച്ച് മാരിനേറ്റൊക്കെ ആക്കി വെച്ചിട്ട് അതിനൊന്ന് ഡെക്കറേഷൻ ആക്കിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക, ഒരു പിസ്സ ടൈപ്പിൽ നിന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇത് അതിനായിട്ട് ഞാൻ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ചപ്പാത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുക്കാം. എരിവ് വേണമെങ്കിൽ എരിവ് ഇട്ട് കൊടുക്കാം, എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ എരിവ് വേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പച്ചക്കറി ഇട്ട് കൊടുക്കാം. പക്ഷെ നല്ല അടിപൊളിയായിട്ടുള്ള ഹെവി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടി ആവുന്നുണ്ട് ഇത്. അങ്ങനെ ഇതാ മുട്ട ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചപ്പാത്തി വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കാക്കിയിട്ട് തിരിച്ചിട്ട് കൊടുക്കുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്യാപ്സിക്കം മാത്രം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ ചീസാണ് ഇട്ട് കൊടുത്തത്, മൊസറല്ല ചീസാണ്. ഇതൊന്ന് ജസ്റ്റ് മെൽട്ടായാൽ മതി, കാരണം ഇതിലെല്ലാം കുക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഈ ചീസൊന്ന് മെൽട്ടായി എടുത്താൽ മതി. എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഒരേഗാനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കെച്ചപ്പ് ഇട്ട് കൊടുക്കും, അല്ലാന്നുണ്ടെങ്കിൽ ചില്ലി സോസ് ഇട്ട് കൊടുക്കും, എരിവ് വേണമെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഇത് ഞാൻ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് ഒരാൾക്ക് ക്യാപ്സിക്കം ഒക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് ക്യാപ്സിക്കം കെച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മെൽറ്റാൽ മതി. ഇത് പെട്ടെന്ന് കുക്കാവുന്നുണ്ട്, 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്കാവുന്നുണ്ട്. നല്ല കളർഫുള്ളും കൂടിയാണ്, നല്ല ഹെവിയും കൂടിയാണ്, നല്ല ഹെൽത്തിയും കൂടിയാണ്. പിന്നെ അടുത്ത ആൾക്ക് ഇതിൽ ഉപ്പ് മാത്രമേ ഉള്ളൂ, കാരണം അവൾക്ക് എരിവും വേണ്ട, പച്ചക്കറികളും വേണ്ട, ഒന്നും വേണ്ട. അതുകൊണ്ട് തന്നെ ഒന്ന് മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മുട്ട ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നില്ല, നമുക്ക് നമ്മുടെ ചപ്പാത്തിൻ്റെ അളവിലുള്ള ഒരു പാത്രം എടുത്താൽ മതി. ഇപ്പോൾ ഞാനെടുത്ത പാന് കുറച്ച് വലുതായിപ്പോയി, അതുകൊണ്ട് തന്നെ ഇത് റൗണ്ട് ഷേപ്പിലായി കിട്ടുന്നില്ല എനിക്ക്. ഞാനിപ്പോൾ എല്ലാം കൂടി ഒന്നിച്ച് അടക്കി പരക്കി വെച്ച് കൊടുക്കുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് ചീസ് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ക്യാപ്സിക്കം ഇട്ട് കൊടുത്തതാണ്, പക്ഷേ അവൾ ക്യാപ്സിക്കം ഒന്നും കഴിക്കാനും പോയില്ല. പിന്നെ അവൾക്ക് കെച്ചപ്പാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ച് കെച്ചപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതും കൂടി ഒന്ന് 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ല മെൽട്ടായി കിട്ടിക്കൊള്ളുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചീസ് കുറച്ച് അധികം ഇട്ട് കൊടുക്കാം. പിന്നെ വലിയവർക്കാണെങ്കിൽ ചപ്പാത്തി 2 വെച്ച് കൊടുത്തിട്ട് അങ്ങനെയും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വേറൊരാൾക്ക്, അവർക്കാണെങ്കിൽ കുറച്ച് ഓംലെറ്റിൽ കുറച്ച് എരിവ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ഓംലെറ്റിൽ ഞാൻ കുറച്ച് പെപ്പർ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ചില്ലി ഗാർലിക് സോസാണ്, നല്ല എരിവുള്ളതാണ്. അപ്പോൾ അത് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വലിയവർക്ക് കഴിക്കുമ്പോൾ ഞാൻ 2 മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് 2 ചപ്പാത്തിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ. അപ്പോൾ ഈ പാൻ മൊത്തത്തിൽ അങ്ങോട്ട് നല്ല വലുതായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഇത് ഒരാൾക്ക് ഒരെണ്ണം കഴിച്ചിട്ട് തീർക്കാൻ പറ്റിയിട്ടില്ല, മറ്റുള്ളവർക്കും കൊടുത്തിട്ടാണ് ഇത് കാലിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രാത്രി ഒഴിഞ്ഞിട്ടുള്ള ചപ്പാത്തി കൊണ്ട് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കാം, ലൈക്ക് ആക്കാം.